നന്മ ഗുണദോഷിക്കുമ്പോൾ അത് നല്ല നിലക്കാവണം, തിന്മ നിരോധിക്കുമ്പോൾ അത് വെറുപ്പിക്കാത്ത നിലക്കുമാവണം. അങ്ങനെ പരസ്പരം ഗുണദോഷിക്കുന്നവരാണവർ. എന്നാൽ മുനാഫിക്കീങ്ങളുടെ സ്വഭാവമാണ് ഒരു തെറ്റുപറ്റുമ്പോൾ ഒരു മനുഷ്യനെ ആക്ഷേപിക്കുകയോ പരസ്യമായി അവഹേളിക്കുകയോ അല്ലെങ്കിൽ നാണം കെടുത്തുകയോ ഭ്രഷ്ട് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവൻ കള്ളനാണ് വേണ്ടാത്തവനാണെന്ന് സമൂഹത്തിൽ ഉറക്കെ പറയുകയോ അത് ചെയ്യുന്നത് മുനാഫിക്കിന്റെ സ്വഭാവമാണ്. വൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅദുഹും മിൻ ബഅദിൻ യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. ഒരു നന്മ നടക്കണമെന്നോ ഒരാൾ നന്നാവണമെന്നോ അവർക്ക് ആഗ്രഹമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു മദ്യപാനമോ വ്യഭിചാരമോ ഒരു തിന്മയോ എന്തെങ്കിലും ഒരു ആശ്വാസമല്ലാത്തതോ സംഭവിച്ചാൽ എന്നേക്കുമായി ഇനി അവന് നന്നാവാൻ കഴിയില്ല എന്ന വിധം ഒരു മനുഷ്യനെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുത്തുന്നത്, ഒരു പെണ്ണിനോ ആണിനോ ഇനി അങ്ങ് ദീനിലേക്ക് കടന്നു വരാൻ കഴിയാത്ത വിധം, ഇനി അങ്ങ് മസ്ജിദിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം, മുഅ്മിനീങ്ങളുടെ സംഘത്തിന്റെ കൂടെ ഇരിക്കാൻ പറ്റാത്ത വിധം മാനസികമായി തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നത് മുനാഫിഖിന്റെ സ്വഭാവമാണ്, മുഅ്മിനിന്റെ സ്വഭാവമല്ല. സൂറത്തു തൗബയാണത് പറയുന്നത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ്. മുഅ്മിൻ ഖുർആനിലേക്ക്, പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തിലേക്ക്, അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരുടെ ചര്യയിലേക്കാണ് തിരിച്ചു വരുന്നത്.